മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ ബി.ജെ.പി. ഭരിക്കുന്ന വാർഡുകൾ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കവുമായി എൽ.ഡി.എഫും യു.ഡി.എഫും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം അവശേഷിക്കെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ബി.ജെ.പി. ഭരിക്കുന്ന വാർഡുകളെ ജനങ്ങൾക്ക് മുൻപിൽ അവമതിപ്പുണ്ടാക്കിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് നഗരസഭയിലെ 7ാം വാർഡിൽ അനധികൃതമായി ക്ഷേമ പെൻഷനുകൾ നൽകുന്നുണ്ടെന്ന പ്രചാരണവും വിജിലൻസ് അന്വേഷണവും. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡ് ദിവസങ്ങൾക്ക് മുൻപ് വലിയ ചർച്ചയായിരുന്നു. ക്ഷേമ പെൻഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതായിരുന്നു കാരണം. ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് വ്യക്തം. കഴിഞ്ഞ 4 തവണയായി ബി.ജെ.പി. ഭരിക്കുന്ന വാർഡാണ് ഇത്. എൽ.ഡി.എഫും യു.ഡി.എഫും ഒരുമിച്ച് സാമ്പാർ മുന്നണിയായി മത്സരിച്ചിട്ടും ഈ വാർഡിനെ തിരിച്ചുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 7ഉം 6ഉം വാർഡിൽ ബി.ജെ.പി. കൗൺസിലർമാരാണ്. ഓരോ തിരഞ്ഞെടുപ്പിലും ഇരട്ടിയിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ഇവിടങ്ങളിൽ ബി.ജെ.പിയുടെ വിജയം. 7ാം വാർഡിലെ ഭരണം ബി.ജെ.പിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആണ് സാമ്പാർ മുന്നണി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനാദ്യം തുടക്കമിട്ടത് ഈ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലാണ്. അത് അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ അവിശുദ്ധ സഖ്യം ഉണ്ടായിട്ട് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ യു.ഡി.എഫും കെണിഞ്ഞ് ശ്രമിച്ചിട്ടും അവർക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ പറയുന്നത് ഇതുകൊണ്ടൊന്നും 7ാം വാർഡിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരതുകൊണ്ടോ ബി.ജെ.പിയെ ഒരു മുൾമുനയെ നിർത്തിക്കൊണ്ടൊന്നും മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. ജനങ്ങളിത് തിരിച്ചറിയും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടു കൂടി കോട്ടയ്ക്കൽ കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം അവശേഷിക്കെ ബി.ജെ.പിയെ നഗരസഭയിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇടത് വലത് മുന്നണികൾക്ക്. അതിന്റെ ഭാഗമായാണ് 7ാം വാർഡിനെ മാത്രം ലക്ഷ്യമിട്ട് ആരോപണവുമായി രംഗത്തെത്തിയത്. ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ് ബി.ജെ.പിയുടെയും അഭിപ്രായം. 32 വാർഡുകളിലും പരിശോധന നടത്തണമെന്നാണ് ആവശ്യം. ഉദ്യോഗസ്ഥരുടെ തുടർ പരിശോധനയിലെ പാളിച്ചകളാണ് അനർഹർ കടന്നുകൂടാൻ കാരണം. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.